മഴ തോരും മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ രേവതിക്കുട്ടി മാമച്ചേൻ്റെയും ഗ്രേസിയമ്മയുടെ മുറിയിലേക്ക് അലീനയും കൂട്ടിക്കൊണ്ടുവരികയാണ്. മോളെ ഒന്ന് കണ്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചാൽ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ, അവിടെ ആകുമ്പോൾ അവരെല്ലാവരും കേൾക്കുമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതെന്ന് ഗ്രേസിയമ്മ പറയുകയാണ്. അപ്പോൾ ഗ്രേസിയമ്മ ചെന്ന് അലീനെ അടുത്ത് ചോദിക്കുന്നുണ്ട്, മോള് പറഞ്ഞല്ലോ ആ വീട്ടിൽ നിന്ന് പോകുന്നെന്ന്, അതിനെന്താ കാരണം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയാണ്, മാഡം ഞാൻ പോയാൽ ആ വീട്ടിലേക്ക് തിരിച്ചു വരത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ പോകാമെന്ന് തീരുമാനിച്ചു എന്ന് അലീന പറയുന്നുണ്ട്. അതെങ്ങനെ മോളെ ശരിയാവുന്നേ, മോൾ ആ വീട്ടിൽ നിന്ന് പോയാൽ ശരിയാകുമോ, ബാലചന്ദ്രൻ സമ്മതിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഗ്രേസിയമ്മ. അലീന പറയുന്നുണ്ട്, അച്ഛൻ്റെ സമ്മതം ഇനി നോക്കി നിൽക്കാൻ പറ്റത്തില്ല, ഞാൻ പോയാലേ ശരിയാവത്തുള്ളൂ എന്ന് പറയാണ്. അപ്പം ഗ്രേസിയമ്മ പറയാണ്, വൈജ എപ്പോഴും ഇതൊക്കെ പറയുന്നതല്ലേ മോള് പോകണമെന്നൊക്കെ, അത് എപ്പോഴും നടക്കുന്ന കാര്യമാണ്, അത് വലിയ മൈൻഡ് ചെയ്യേണ്ട, മോൾ ആ വീട്ടിൽ നിന്ന് പോകണ്ടെന്ന് ഗ്രേസിയമ്മ പറയുകയാണ്. അത് പറ്റത്തില്ല ആൻറ്റി, ഇനിയും ഞാൻ അവിടെ കടിച്ചു തൂങ്ങി കിടന്നാൽ ശരിയല്ല, അതൊരു കുടുംബമല്ലേ, അച്ഛന് അമ്മ മക്കൾ അവരെല്ലാവരും കൂടെ ഒരുമിച്ചല്ലേ ജീവിക്കേണ്ടത്, ഞാനല്ലേ അവിടെ ആദ്യപ്പെട്ട്, ഞാനല്ലേ അധികമായിട്ട് അങ്ങോട്ട് വന്നത്, അപ്പം ഞാൻ തന്നെയല്ലേ പോകണ്ടേ എന്ന് അലീന പറയുന്നുണ്ട്. അപ്പം ഗ്രേസിയമ്മ പറയുന്നുണ്ട്, അത് എങ്ങനെ മോളെ ശരിയാവുന്നത്, മോൾ ആ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല എന്ന് പറയാണ്. മോൾ ആ വീട്ടിൽ തന്നെയല്ലേ ജീവിക്കണ്ടേ എന്ന് ഗ്രേസിയമ്മ ചോദിക്കുന്നുണ്ട്. ഞാൻ ആ വീട്ടിൽ അധികം പറ്റ ആൻറ്റി, അതുകൊണ്ടാണ് ഞാൻ പോകാൻ തീരുമാനിച്ചതെന്ന് പറയാണ്. അപ്പം ഗ്രേസിയമ്മ പറയുന്നുണ്ട്, ഇപ്പം എല്ലാം ഒന്ന് ശരിയായി വന്നത്, അപ്പം മോളെ ആവശ്യം കഴിഞ്ഞപ്പം അവരെല്ലാവരും കൂടെ പുറത്താക്കുവാണോ എന്ന് ഗ്രേസിയമ്മ ചോദിക്കുകയാണ്. അല്ല, ഞാൻ എന്നെ ആരും പുറത്താക്കുകയല്ല, ഞാൻ സ്വയമേ പോകാമെന്ന് വിചാരിച്ചതാണെന്ന് അലീന പറയുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല, ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേ ചേച്ചി അവിടുന്ന് പറഞ്ഞു വിടുകയാണെന്ന് പറയുകയാണ് രേവതിക്കുട്ടി. അപ്പം അങ്ങനെയൊന്നുമല്ല മോളെ, ഞാൻ തന്നെ പോകുകയാണെന്ന് അലീന പറയുന്നുണ്ട്. ആഹാ, അതൊക്കെ ചുമ്മാതെ, ആ വൈജയന്തി മാഡത്തിൻ്റെ പ്രഷർ കൊണ്ടല്ലേ ചേച്ചി അവിടുന്ന് പോകുന്നത്, അതിനർത്ഥം ചേച്ചിയെ ചുരുക്കത്തിൽ പറഞ്ഞു വിടുകയാണെന്ന് രേവതിക്കുട്ടി പറയാണ്. അപ്പോൾ മാമച്ചൻ പറയാണ്, അത് അവൾ പറഞ്ഞത് ശരിയാണ്, കാര്യങ്ങളെല്ലാം ഒരുവിധം നേരെയായി വന്നപ്പോൾ മോളെ അവിടുന്ന് പറഞ്ഞു വിടുകയാണല്ലോ എന്ന് മാമച്ചായനും പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ അലീന പറയുന്നുണ്ട്, അങ്ങനൊന്നുമില്ല ആംഗ്ലേ എന്ന് പറയുന്നുണ്ട്. എന്താ ബാലചന്ദ്രൻ ഈ കാര്യങ്ങളെല്ലാം മക്കളോടും ഭാര്യയോടും പറഞ്ഞാൽ എല്ലാം ശരിയാവത്തില്ലേ എന്ന് മാമച്ചായൻ ചോദിക്കുകയാണ്. അപ്പം അലീന ഭയങ്കര സങ്കടത്തോടെ പറയാണ്, അതെങ്ങനെ ആംഗ്ലേ ശരിയാവുന്നത്, അച്ഛനാണെങ്കിൽ ഇപ്പം തന്നെ എന്തുമാത്രം സങ്കടവും സഹിച്ചാൽ നിൽക്കുന്നതെന്ന് എനിക്ക് നല്ലോണം അറിയാം. വിവാഹത്തിന് മുമ്പ് ഭാര്യയ്ക്ക് മറ്റൊരു പുരുഷനുണ്ടായ കുഞ്ഞിനെ വീട്ടിൽ വിളിച്ച് താമസിക്കുക, അതിനെ സ്വന്തം മോളായി എല്ലാവരുടെയും മുന്നിൽ അംഗീകരിക്കുക, എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടവനായിട്ട് ജീവിക്കുക, അതൊക്കെയാണ് ഇപ്പോൾ അച്ഛൻ ചെയ്യുന്നത്. ഇതിൽ കൂടുതൽ ഒരു മനുഷ്യൻ എന്ത് ചെയ്യാനാ എന്ന് അലീന പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഈ കാര്യം മാഡം അറിഞ്ഞാൽ ആ നിമിഷം മാഡം ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമെന്ന് അച്ഛന് നന്നായിട്ടറിയാം. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഫേസ് ചെയ്യാൻ മാഡത്തിന് വലിയ വിഷമമാണ്, അതുകൊണ്ട് മാഡം അപ്പോഴേ ആ വീട്ടിൽ നിന്ന് പോകുമെന്ന് അച്ഛന് നന്നായിട്ടറിയാം, അതുകൊണ്ട് അച്ഛനായിട്ട് ഈ കാര്യം അത്ര പെട്ടെന്നൊന്നും മാഡത്തിനോട് പറയത്തില്ലെന്ന് അലീന പറയാണ്. അപ്പം ഗ്രേസിയമ്മ ചോദിക്കുകയാണ്, മോൾ ആ വീട്ടിൽ നിന്ന് എല്ലാവരെയും ഉപേക്ഷിച്ച് പോകാൻ തന്നെ തീരുമാനിച്ചോ, സഹോദരങ്ങളെയും അച്ഛനെയും അമ്മയും ഒക്കെ ഉപേക്ഷിച്ച്, ബാലചന്ദ്രനെ പ്രത്യേകിച്ച് അവരെയൊക്കെ ഉപേക്ഷിച്ച് പോകാൻ തന്നെ തീരുമാനിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയാണ്, എനിക്ക് പോകാൻ താല്പര്യമില്ല ആൻറ്റി, പക്ഷേ ഞാൻ പോയേ പറ്റത്തുള്ളൂ, എന്നെങ്കിലും എല്ലാം ഒന്ന് ശരിയാവുകയാണെങ്കിൽ ഞാൻ തിരിച്ചു വരുമെന്ന് പറയുകയാണ്. ഭയങ്കര സങ്കടത്തോടെയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ രേവതിക്കുട്ടി പറയാണ്, അങ്ങനെ ചേച്ചി ആരും ഇല്ലാത്തവളാണെന്നൊന്നും വിചാരിക്കേണ്ട, അവരൊക്കെ പോട്ടെ, അവരൊക്കെ ഇപ്പോഴല്ലേ വന്നത്, സഹോദരങ്ങളും അമ്മയും അച്ഛനൊക്കെ ആയിട്ട് ഞാനില്ലേ, ഞാനുണ്ട് ചേച്ചിയുടെ കൂടെ എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീനയ്ക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഗ്രേസിയമ്മയും മാമച്ചനും നല്ല വിഷമം വരുന്നുണ്ട്. അതിനുശേഷം വൈകിട്ടായപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ പുറത്ത് പോകാൻ തയ്യാറാവുകയാണ്. അപ്പം മാമച്ചേനെയും ഗ്രേസിയമ്മയും അലീനെ വിളിക്കുന്നുണ്ട്, വൈകിട്ട് പോകാൻ വിളിക്കുന്നുണ്ട്. അപ്പം ഗ്രേസിയമ്മ പറയുന്നുണ്ട്, ഞങ്ങളില്ല, ഞങ്ങൾ വരില്ല, നിങ്ങൾ പിള്ളേരെല്ലാവരും കൂടെ പോയൊന്ന് ചുറ്റിക്കറങ്ങിയിട്ടൊക്കെ വാ, അടിച്ചു പൊളിച്ചിട്ടൊക്കെ വാ എന്ന് പറയുന്നുണ്ട്. അപ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഞാൻ ചേച്ചിയടുത്ത് നേരത്തെ പറഞ്ഞില്ലേ ആൻറ്റി അങ്കിളും ഒന്നും വരത്തില്ലെന്ന്, പിന്നെ എന്തിനാ അവരെ ബുദ്ധിമുട്ടിക്കുന്നത്, നമുക്ക് പോയിട്ട് വരാം എന്ന് പറയാണ്. അപ്പോൾ മാമച്ചൻ പറയാണ്, കണ്ടോ അവൾക്ക് അവിടെ ചേച്ചിയെ കിട്ടിയപ്പോഴത്തേക്ക് നമ്മളാരെയും വേണ്ട, ഇപ്പം അലീന ചേച്ചിയെ മാത്രം മതിയെന്ന് പറയുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി പറയാണ്, അങ്ങനൊന്നും അല്ല, നിങ്ങളെ വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാലേ ശരിയാവത്തില്ല, ഞങ്ങളൊന്ന് കുറച്ച് പേര് അടിച്ച് പൊളിച്ചിട്ട് വരട്ടെ, നിങ്ങളെ വയസ്സുകാരല്ല വീട്ടിൽ ഇരിക്കാമെന്ന് രേവതിക്കുട്ടി പറയുകയാണ്. അപ്പം ഗ്രേസിയമ്മ പറയുന്നുണ്ട്, മക്കളെ നിങ്ങളെല്ലാവരും കൂടെ പോയിട്ട് വാ, ഞങ്ങളെ വീട്ടിൽ ഇരിക്കാം, നിങ്ങൾ പോയിട്ട് വാ, നിങ്ങൾ അടിച്ച് പൊളിച്ച് കറങ്ങിയിട്ട് സിനിമയൊക്കെ കണ്ടിട്ട് പതുക്കെ വന്നാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരെയും പറഞ്ഞു വിടുകയാണ്. അങ്ങനെ അവരെല്ലാം പോവുകയാണ്. ഗ്രേസിയമ്മയ്ക്കും മാമച്ചനും ഭയങ്കര സന്തോഷമാകുന്നുണ്ട്, കുറേ നാളിന് ശേഷം ഈ വീട് നന്നായിട്ടൊന്ന് ഉണർന്ന് മാമച്ചായ എന്ന് ഗ്രേസിയമ്മ
മാമച്ചേൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പം മാമച്ചൻ പറയാണ്, അത് നീ പറഞ്ഞത് ശരിയാണ്. ഇപ്പോഴാണ് ഈ വീട്ടിലൊരു ആളും ബഹളവും ഒക്കെ ആയത്. മറ്റേത് നമ്മൾ രണ്ടുപേരും രേവതിക്കുട്ടിയല്ലേ ഉള്ളായിരുന്നു. ഇപ്പം എല്ലാവരും കൂടെ ആയപ്പം ആകപ്പാടെ ഒരു ബഹളം ഇല്ലയോ എന്ന് മാമച്ചായനും ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഗ്രേസി അമ്മയ്ക്കും മാമച്ചാനും ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ നീലഗിരിയിലെത്തുകയാണ്. അപ്പം ഗോവർദ്ധനോട് പറയുന്നുണ്ട്, നമുക്ക് ഇവിടെ ഒരു ഹോട്ടലിൽ റൂം എടുത്ത് താമസിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടപ്പാക്കാം എന്ന് പറയാണ്. അപ്പോൾ ഉടനെ ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, ബാലേട്ടൻ്റെ അളിയൻ ഗംഗാധരൻ സാറിനെ കാണാനല്ലേ വന്നത്, പിന്നെ നമ്മൾ ഹോട്ടലിൽ റൂം എടുക്കുക എങ്ങനെ ശരിയാവുന്നത്, നമുക്ക് അങ്ങോട്ട് പോയി കണ്ടുകൂടെ എന്ന് ഗോവർദ്ധൻ ചോദിക്കുകയാണ്. അപ്പം ബാലചന്ദ്രൻ പറയാണ്, ഗോവർദ്ധ നമ്മൾ ഹോട്ടലിലെത്തിയിട്ട് ഗംഗേട്ടനെ ഫോൺ ചെയ്താൽ മതി, ഗംഗേട്ടനെ പറന്നിവിടെ എത്തുമെന്ന് ബാലചന്ദ്രൻ പറയാണ്. അപ്പോൾ ഒരു കാര്യവും മനസ്സിലാവാതെ ഗോവർദ്ധൻ ബാലചന്ദ്രൻ്റെ ഈ പറയുന്നതെല്ലാം കേട്ട് തലയാട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗോവർദ്ധനും ബാലചന്ദ്രനും കൂടെ അവിടെ ഒരു ഹോട്ടലിൽ റൂം എടുക്കുകയാണ്. റൂം എടുത്ത് ഫ്രഷ് ആയതിനൊക്കെ ശേഷം ബാലചന്ദ്രൻ ഗംഗാധരനെ വിളിക്കുന്നുണ്ട്. അപ്പം ബാലചന്ദ്രൻ്റെ കോൾ കഴിയുമ്പോൾ ഗംഗാധരൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇപ്പം എന്താ ബാലചന്ദ്രൻ വിളിച്ചത്, എന്തായിരിക്കും കാര്യം എന്നിങ്ങനെ സംശയത്തോടെയാണ് ഫോൺ എടുക്കുന്നത്. എന്താ ബാലചന്ദ്ര എന്ന് ഗംഗേട്ടൻ ചോദിക്കുകയാണ്. ഏയ് ഗംഗേട്ടൻ ബിസിയാണോ എന്ന് ചോദിക്കുകയാണ്. ഏയ് ബിസിയൊന്നുമല്ല, എന്താ ബാലചന്ദ്ര വല്ല വിശേഷമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, ആ വിശേഷമുണ്ട്, ഞങ്ങളിവിടെ നീലഗിരിയിലുണ്ട്, എനിക്ക് ഗംഗേട്ടനെ ഒന്ന് കാണണം, അത്യാവശ്യമാണ്, അതിനുവേണ്ടി ഞങ്ങൾ വന്നത് തന്നെ. ഞാൻ അങ്ങോട്ട് വന്ന് ഗംഗേട്ടനെ കണ്ട് ശല്യപ്പെടുത്തേണ്ടെന്ന് വിചാരിച്ചാൽ ഞങ്ങളിവിടെ ഹോട്ടൽ മുറിയിൽ റൂം എടുത്തേക്കുന്നത്. അപ്പം ഗംഗേട്ടൻ ഇങ്ങോട്ട് വന്നായിരുന്നെങ്കിൽ വലിയ സൗകര്യമായെന്നെ, എനിക്ക് ഗംഗേട്ടനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം, അതിനുവേണ്ടി ഇവിടം വരെ വന്നതെന്ന് പറയാണ്. അപ്പം ഗംഗാധരൻ പെട്ടെന്നൊന്ന് വല്ലാതാവുന്നുണ്ട്. അപ്പോൾ ഏത് ഹോട്ടലിലാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ ഹോട്ടലിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഗംഗേട്ടൻ എത്തത്തില്ലയോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. ഞാൻ ഉടനെ തന്നെ എത്താം ബാല എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. അപ്പോൾ ഫോൺ വെച്ചതിന് ശേഷം ഗംഗാധരന് ഭയങ്കര ടെൻഷനാവുകയാണ്. അപ്പം ഗംഗാധരൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇപ്പം എന്തിനാണ് ബാലചന്ദ്രൻ ഇവിടം വരെ വന്നത്, എന്തായാലും വെറുതെ അയക്കത്തില്ല, എന്തെങ്കിലും കാര്യം കാണും എന്ന് ഗംഗാധരൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. അല്ലെങ്കിൽ ബാലൻ ഇവിടം വരെ വണ്ടി ഓടിച്ച് വരത്തില്ല എന്ന് ഗംഗാധരൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇതിനു മുമ്പ് ഒരു വട്ടം വന്നത് ഇതേപോലെ വൈജിയുടെ കാര്യം അറിഞ്ഞപ്പോഴാണെന്നൊക്കെ ഗംഗാധരൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ ആകപ്പാടെ ഗംഗാധരൻ നല്ല ടെൻഷനിലാണ്. ഈ സമയത്ത് ഹോട്ടൽ മുറിയിൽ ബാലചന്ദ്രൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കൂട്ടുകയാണ്. അപ്പോഴാണ് ബെല്ലടിച്ച് അങ്ങോട്ട് ഗംഗാധരൻ കയറി വരുന്നത്. ബാലനൊക്കെ എപ്പോൾ എത്തിയെന്ന് ചോദിക്കുകയാണ്. അപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞങ്ങൾ കുറച്ച് നേരം ആയതേ ഉള്ളൂ, എൻ്റെ കൂടെ ഗോവർദ്ധനും ഉണ്ട്, അപ്പുറത്തെ റൂമിലുണ്ടെന്ന് ബാലചന്ദ്രൻ പറയാണ്. ഗോവർദ്ധനും ഉണ്ടോ ബാലചന്ദ്രൻ്റെ കൂടെ? അതെ, ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരികയല്ലേ, മാത്രമല്ല പഴയതുപോലല്ലോ, ഒരു ഹാർട്ട് പേഷ്യൻ്റ് കൂടെ അല്ലേ, അതുകൊണ്ട് കൂട്ടിന് ഗോവർദ്ധനെയും കൂടെ കൂട്ടിയെന്ന് പറയാണ്. എന്താ ബാല ഈ യാത്രയുടെ ഉദ്ദേശമെന്ന് ഗംഗാധരൻ ചോദിക്കുകയാണ്. അപ്പം ബാലചന്ദ്രൻ പറയാണ്, എനിക്ക് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, എനിക്ക് ഗംഗേട്ടൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ അറിയണം, അത് ഗംഗേട്ടൻ പറഞ്ഞു തരണമെന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. എന്താ ബാലനെ അറിയണ്ടേ എന്ന് ഗംഗാധരൻ ചോദിക്കുകയാണ്. അത് അറിയാലോ, വീട്ടിൽ അലീന പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. കാരണം അലീനയ്ക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, നിങ്ങളുടെ പെങ്ങൾ വൈജ, അവൾ അലീന അവിടെ നിർത്താൻ സമ്മതിക്കത്തില്ല, അവൾ പോയാലേ വൈജ തിരിച്ച് വീട്ടിലേക്ക് വരുത്തോളെന്ന്. അപ്പം അലീന ആ വീട്ടിൽ നിന്ന് പോകാൻ തീരുമാനിച്ച്, അലീന പറയുന്നത് അവൾ ആ വീട്ടിൽ നിന്ന് പോയി കഴിയുമ്പോൾ വൈജ മേഡം തിരിച്ചു വരുമല്ലോ, ഞങ്ങൾ സന്തോഷകരമായി ജീവിക്കുമല്ലോ എന്നൊക്കെയാണ് അലീനയുടെ വിചാരം. പക്ഷേ അതങ്ങനല്ലല്ലോ നടക്കാൻ പോകുന്നതെന്ന് അവൾക്കറിയത്തില്ലല്ലോ എന്ന് ബാലചന്ദ്രൻ പറയാണ്. അപ്പം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, അത് ബാലചന്ദ്രനെ പറഞ്ഞുകൂടെ അലീന ആ വീട്ടിൽ നിന്ന് പോകണ്ടെന്ന്? അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ അവളോട് പറഞ്ഞാലും അവൾ കേൾക്കണമെന്നില്ലല്ലോ, ഞാൻ അവിടെ സ്വന്തം അച്ഛനല്ലല്ലോ, മാത്രവുമല്ല ഇപ്പം എൻ്റെ മക്കളെ രോഹിത്തും ബബിതി അറിഞ്ഞിട്ടുണ്ട് അവളുടെ സ്വന്തം അച്ഛൻ ഞാനല്ല എന്ന്. അവൾക്ക് വേറെ അച്ഛനും അമ്മയും ഉള്ള കാര്യവും ഞാൻ ഇത്രയും നാൾ പറഞ്ഞതൊക്കെ കള്ളക്കഥയാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഇത് കേൾക്കുമ്പോൾ ഗംഗാധരൻ ഞെട്ടുന്നുണ്ട്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഗംഗേട്ടൻ ഞെട്ടിയൊന്നും വേണ്ട, സത്യങ്ങളൊന്നും ഇതുവരെ മക്കൾ അറിഞ്ഞിട്ടില്ല എന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. പിന്നെ ഞാൻ ഇപ്പം ഗംഗേട്ടനെ കാണാൻ വന്നത് അലീന ആ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അങ്ങനെ അവളെ എനിക്ക് കൈയൊഴിയാൻ പറ്റത്തില്ലല്ലോ, ഇത്രയും നാൾ അവൾ എന്നെ അച്ഛനായിട്ട് കണ്ടതല്ലേ, അങ്ങനെ പെരുവഴിയിലേക്ക് എനിക്ക് അവളെ ഇറക്കി വിടാൻ പറ്റത്തില്ല, അവളുടെ അമ്മയ്ക്ക് എന്തായാലും വേണ്ട. അപ്പം പിന്നെ എന്താ അടുത്ത വഴി? അവളുടെ അച്ഛനെ കണ്ടെത്തുക, അച്ഛനെ കണ്ടെത്തിയിട്ട് അവളെ സുരക്ഷിതമായി അവളുടെ അച്ഛൻ്റെ കയ്യിലേൽപ്പിക്കുക, അതാണ് എനിക്കിപ്പം ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് എനിക്കറിയണം അവളുടെ അച്ഛൻ ആരാണെന്നും അയാളിപ്പോൾ എവിടെ ഉണ്ടെന്നും. ഇത് കേൾക്കുമ്പോൾ ഗംഗാധരൻ ഞെട്ടുന്നുണ്ട്. ഗംഗാധരൻ പറയാണ്, ബാലചന്ദ്രൻ എന്തൊക്കെ പറയുന്നതെന്ന് ഗംഗാധരൻ ചോദിക്കുകയാണ്. അപ്പം ബാലചന്ദ്രൻ പറയാണ്, മനസ്സിലായില്ലേ ഗംഗേട്ടനെ, എനിക്കറിയണം അലീനയുടെ അച്ഛൻ ആരാണെന്നും അയാളിപ്പം എവിടെ ഉണ്ടെന്നും എനിക്കറിഞ്ഞേ പറ്റൂ, എനിക്ക്
എന്നിട്ട് അയാളെ കണ്ടെത്തി അലീനയെ അയാളെ ഏൽപ്പിക്കണമെന്ന് ബാലചന്ദ്രൻ പറയാണ്. അപ്പം ഗംഗാധരൻ പറയാണ്, അയാളെക്കുറിച്ച് അറിഞ്ഞിട്ട് ബാലചന്ദ്രൻ എന്ത് ചെയ്യാനാണ്? അലീനയെ അവിടെ തന്നെ നിർത്തിയാൽ പോരെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്റ്റലാക്കിയാൽ പോരെ എന്ന് ഗംഗാധരൻ ചോദിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, അങ്ങനെ പറ്റത്തില്ല, അവളെ ഏതെങ്കിലും ഹോസ്റ്റലാക്കി കൈയൊഴിയാൻ എനിക്ക് പറ്റത്തില്ല. അവളുടെ അച്ഛൻ്റെ കയ്യിൽ തന്നെ അവളെ ഏൽപ്പിക്കണം. ഇനി ഇത്രയും കാലം 23 വർഷം ഈ സത്യങ്ങളെല്ലാം മൂടി വെച്ചില്ലേ, ഇനി മതി, ഇനിയെല്ലാം പുറത്തു വരട്ടെ, എല്ലാവരും അറിയട്ടെ. ഇത്രയും നാൾ ആ സത്യത്തിന് കാവൽ നിന്നില്ലേ ഗംഗേട്ടൻ, അത് മതി, ഇനിയേ ആ സത്യം എല്ലാവരും അറിയട്ടെ എന്ന് ബാലചന്ദ്രൻ പറയാണ്. അപ്പം ഗംഗാധരനാണെങ്കിൽ ഭയങ്കര വിഷമത്തോടെ വന്ന് ബാലചന്ദ്രൻ്റെ അടുത്ത് പറയാണ്, ബാലചന്ദ്ര, ഈ വൈജയുടെ കാര്യം മാത്രം ചിന്തിക്കാതെ നിൻ്റെ മക്കളുടെ കാര്യം കൂടെ ചിന്തിക്കുക. ഈ കാര്യങ്ങളെല്ലാം വൈജ മനസ്സിലാക്കി കഴിഞ്ഞാൽ വൈജയുടെ അവസ്ഥ എന്തുമായിരിക്കും? വൈജ എല്ലാവരെയും വിട്ടു പോകും, ചിലപ്പോൾ ആത്മഹത്യ തന്നെ ചെയ്തെന്നിരിക്കും. അതുകൊണ്ട് നിൻ്റെ മക്കൾക്ക് നഷ്ടം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നീ മക്കളെങ്കിലും ഓർത്ത് ഈ കാര്യം ഇപ്പം ആരെയും അറിയിക്കില്ലെന്ന് പറയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, ഗംഗേട്ടാ, ഇനി അങ്ങനെ ഒരു കാര്യം എന്നോട് പറയേ വേണ്ട. കാരണം ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിടും ഗംഗേട്ടൻ്റെ പെങ്ങൾക്ക് അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ആ പാവം കൊച്ചിനെ അവിടുന്ന് അടിച്ചിറക്കില്ലേ അവൾ വരുത്തുള്ളൂ. അവളുടെ അഹങ്കാരത്തിന് ഒരു കുറവ് പോലും ഇല്ല. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരൗദാര്യവും ഇനി ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല, ഞാൻ ചെയ്തു കൊടുക്കത്തുമില്ല എന്ന് ബാലചന്ദ്രൻ പറയാണ്. അപ്പം ഗംഗാധരൻ ഇങ്ങനെ കൈകൂപ്പി പറയാണ്, ബാലചന്ദ്ര, അവൾക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കാം. ബാലചന്ദ്രന് എല്ലാം ക്ഷമിച്ച് ഈ തെറ്റിന് അവൾക്ക് മാപ്പ് കൊടുത്തൂടെ എന്ന് ഗംഗാധരൻ ചോദിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, ഇങ്ങേട്ടന് നാണം ഇല്ലയോ? കല്യാണത്തിന് മുമ്പ് പെങ്ങൾ പിഴച്ച് പ്രസവിച്ച്, അത് ഞാനങ്ങ് ക്ഷമിക്കണം, ഭർത്താവായ ഞാനങ്ങ് ക്ഷമിക്കണം. ഗംഗേട്ടൻ ഇത് പറയാൻ നാണമില്ലെന്ന് ചോദിച്ചുകൊണ്ട് ബാലചന്ദ്രൻ ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, ഇനി ഒരു കാര്യത്തിനും ഞാൻ അവളോട് ക്ഷമിക്കത്തില്ല. എനിക്ക് അറിഞ്ഞേ പറ്റൂ അലീനയുടെ അച്ഛൻ ആരാണെന്നും അയാളുടെ പേരെന്തോന്നും അറിഞ്ഞേ പറ്റത്തെന്നും പറഞ്ഞ് ബാലചന്ദ്രൻ വാശി പിടിക്കുകയാണ്. അവസാനം ഗംഗാധരൻ അത് പറയാതിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി. കാരണം അത്രയ്ക്കും ബാലചന്ദ്രൻ ഉറച്ച തീരുമാനമാണ് എടുത്തിരിക്കുന്നതെന്ന് ഗംഗാധരന് മനസ്സിലാവുന്നുണ്ട്. അവസാനം ഗംഗാധരൻ പറയാണ്, ഞാൻ പറയാം, അലീനയുടെ അച്ഛൻ ആരാന്ന് ഞാൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഗംഗാധരൻ പറയുകയാണ്. അലീനയുടെ അച്ഛൻ്റെ പേര്, ആ വ്യക്തിയുടെ പേര് സ്റ്റാൻലി ജോസഫ് എന്നാണെന്ന് ഗംഗാധരൻ പറയാണ്. ഇത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ ഒരു വിഷമത്തോടെ ഞെട്ടലോടെ ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്.